ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ഇ.ഡി. അറസ്റ്റ് ചെയ്ത വിവരമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അപ്പോൾ ഇന്നലെ രാത്രി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. അതും 2 മണിക്കൂറുള്ള ചോദ്യം ചെയ്യലിന് ശേഷം, വീട്ടിൽ പോയി ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്തോ ചോദിച്ചെന്നും കണ്ടെന്നും പറഞ്ഞെന്നും ഒന്നും നമുക്കറിയില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ മദ്യവിതരണത്തിൻ്റെ പോളിസി, അതിനെ സംബന്ധിച്ചിടത്തോളം മദ്യനയം, അതായത് 2021 കാലത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു. 21-22 മദ്യനയത്തെ സംബന്ധിച്ചുള്ള കേസാണ് ഇ ഡി എടുത്തേക്കുന്നത്. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള ഒരു അറസ്റ്റാണെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ നേരത്തെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, MP ആണ്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല എന്താണെന്ന്. ഏതായാലും അതിനകത്തൊരു പ്രത്യേകതയുള്ളൊരു കാര്യം, ഏതാണ്ട് ഒരു 200 കോടി രൂപയോളം ഉള്ള അഴിമതി എന്നാണ് പറയുന്നത്. അപ്പോൾ 8000 കോടി അടിച്ചെടുത്താൽ അത് അഴിമതിയല്ല ഇന്നത്തെ കാലത്ത്. പക്ഷേ 200 കോടി എടുക്കുന്നതിന് വലിയ അഴിമതിയാണ്. 8000, അതായത് ഈ ഇവിടുത്തെ ലോട്ടറി നടത്തി ജനങ്ങളെ മുഴുവൻ ഈ ഗെയിമിങ്ങിലൂടെ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് പോലും പണം വാങ്ങുന്നവരാണ് ഈ പറയുന്നത്. ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇങ്ങനെ ഉടനെ അഴിമതിക്കാരൻ്റെ അകത്താകും. അഴിമതിക്കാരെ അകത്താകണമെങ്കിൽ ആദ്യം അകത്താകണമെന്നുള്ളത് വേണം ഇപ്പം നമ്മൾ ചിന്തിക്കാൻ. പക്ഷേ അവർ കണ്ടുപിടിച്ചത് കേജ്രിവാളാണ്. അവർ പറയും ആരാ അഴിമതിക്കാരെന്ന്. അവർ ചൂണ്ടിക്കാണിക്കുന്നവരെല്ലാം അഴിമതിക്കാരാണ്. പക്ഷേ ഈ ഒരാൾ നേരെ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ ഈ ചൂണ്ടുന്നവനെതിരെ ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുന്നില്ല. അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യം ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു സമ്മാനം കൊടുത്തു. അതായത് റംസാൻ മാസത്തിൻ്റെ ആദ്യ രാത്രിയിൽ അങ്ങോട്ട് കൊടുക്കുന്നു. തലേന്ന്, അതായത് തലേ രാത്രിയിൽ, റംസാൻ ആരംഭിക്കുന്നതാണ് ആ സമയത്ത് കൊടുത്തു. എന്താണ്? CAയുടെ റൂൾസ് ഫ്രെയിം ചെയ്തു, അത് നോട്ടിഫൈ ചെയ്യാണ്, നടപ്പാക്കുന്നു. അപ്പോൾ അത് കാരണം എന്താ? അത് ഇലക്ട്രൽ ബോണ്ടാണ് അതിൻ്റെ കാരണം. അതിൻ്റെ സമാധാനം പറയേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇത് ശ്രദ്ധ തിരിക്കാൻ, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ, ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ്. അതിനെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒരു വിവരമില്ല. SBIയെ സ്വാധീനിച്ച് അത് ഒതുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെടുന്നു സുപ്രീം കോടതിയിൽ. അതാണ് പ്രശ്നം. കുറേ വക്കീലന്മാരെ ഹാജരാക്കി, എല്ലാം നോക്കി, അവരൊക്കെ പറഞ്ഞു. സുപ്രീം കോടതി ആക്ഷേപിക്കുക വരെ ചെയ്തു. കൃഷ്ണനും കുചേലനും തമ്മിലുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുചേലനകത്താവുമല്ലോ ഇന്നാണെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കുചേലന്മാർ വാങ്ങിക്കുന്ന രൂപ എന്ന് പറയുന്നത് അന്നത്തെ കുചേലൻ വാങ്ങിച്ച പണമൊന്നുമല്ല, 10,000 കോടി രൂപയാണ് അടിച്ചെടുത്തേക്കുന്നത്. ഈ ഇത്രത്തോളം കോടി രൂപ, അതായത് വേറെ ഒന്നും വേണ്ട, നമ്മളൊന്ന് ചിന്തിച്ചാൽ 2019 ഇലക്ഷൻ ആയപ്പോൾ അന്ന്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ആണ് ഇതേപോലെ സംഭാവനകൾ എന്നുള്ള പേരിൽ ഇവരെ ഭീഷണിപ്പെടുത്തി ED അയച്ച് അല്ലെങ്കിൽ CBI അയച്ച് അന്വേഷണത്തിൻ്റെ അങ്ങോട്ട് തുടക്കം വരുന്ന ഉടനെ അവർ ഭയന്ന് പൈസ കൊടുക്കും കോർപ്പറേറ്റ്സ്. അല്ലെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പണം കൊടുക്കും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേര് നടപടിയൊന്നുമില്ല. അത് ഏത് അഴിമതി വന്നാലും, ഇപ്പോൾ നമ്മൾ വിചാരിക്കും വലിയ അഴിമതിക്കാരെയൊക്കെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നവർ, അതെന്തിനാ കാണിക്കുന്നവരെ? ഈ ഉമ്മാക്കി കാണിച്ചിട്ട് അവരുടെ നിന്ന് പണം വാങ്ങാനാണ്. അങ്ങനെ ഇവിടെ കേരളത്തിൽ നിന്ന് പോലും പണം വാങ്ങിയിട്ടുണ്ട് ഇഷ്ടംമാതിരി. പണം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ അവർ അതിൻ്റെ അന്തസ്സ് കാണിക്കും കേട്ടോ, അവർ ചെയ്തു കൊടുക്കും. കാരണം പിന്നെ വേണ്ടത്തില്ല, പിന്നെ അവർ വാലും ചുരുട്ടി അങ്ങ് പൊക്കോളും. അത് ചുമ്മാ ഞാൻ ഇവിടെ അന്വേഷണം നടക്കല്ലേ എന്ന് പറയാം. അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അതേ ഉള്ളൂ. ഈ അന്വേഷണം ഒരിക്കലും തീരത്തില്ല. പിന്നെ അതാണ് കാരണം ആവശ്യം വരുന്നുടനെ ഈ പണം വീണ്ടും വാങ്ങണമല്ലോ, അതുകൊണ്ട് അന്വേഷണം അവിടെ കിടക്കും. അത് ഈ പണം കൊടുത്തേക്കുന്നവർക്ക് വീണ്ടും ബാധകമാണ്, വീണ്ടും കൊടുത്തേക്കുള്ളൂ, ബാധ്യതയാണ്, കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. 2019 ഇലക്ഷന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ട് ഈ കോൺട്രിബ്യൂഷൻസ് എന്നുള്ള വഴി ഈ കോർപ്പറേറ്റ്സിൽ നിന്ന് ഇവർ കളക്ട് ചെയ്തേക്കുന്ന, ഇലക്ട്രൽ ബോണ്ട് വഴി കളക്ട് ചെയ്തേക്കുന്നത് 3050 കോടി രൂപയാണ് BJP കളക്ട് ചെയ്തത്. 3050 കോടി രൂപ. ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാവുന്ന പണം, ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ചിലവാക്കാവുന്ന പണം 95 ലക്ഷം രൂപയാണ്. അതായത് 1 കോടി രൂപ വേണ്ട. 540 മണ്ഡലങ്ങളിലും BJP മത്സരിക്കുന്നതെന്ന് നമ്മളൊന്ന് കണക്കാക്കാം. ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. 540 മണ്ഡലങ്ങളിലായാലും ഒരു 530 കോടി രൂപയെ കൂടുതൽ ആവശ്യമില്ല.
ഈ 3050 കോടി രൂപയിലെ ബാക്കി തുക ആർക്ക് കൊടുത്തു, അല്ലെ ഇത് ആരുടെ പോക്കറ്റിലോട്ട് പോയി, ആര് തിന്നു എന്നുള്ളത് പറയാനൊരു ബാധ്യത ഇവർക്കില്ലേ ജനങ്ങളോട്? അത് പറയേണ്ട ഗതികേട് വരും എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് ആദ്യം ഇതൊന്ന് മറയ്ക്കാൻ. കാരണം ഇല്ല, എല്ലിൻ കഷ്ണം അങ്ങോട്ട് എടുത്തു കൊടുത്തു, CAA അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്തിട്ട് അത് നോട്ടിഫൈ ചെയ്തു, ഇട്ടുകൊടുത്തു, അതിൽ കടിച്ചുകൊണ്ടങ്ങ് കിടക്കും, അതോടുകൂടി ഇതിൽ ചർച്ച നിൽക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അടുത്തത് വന്നപ്പോൾ അതിലൊന്നും നിൽക്കുന്ന ലക്ഷണമില്ല. കാരണം വീണ്ടും ഇത് ഇങ്ങനെ ഐസ്ബർഗിൻ്റെ ടിപ്പ് മാത്രമേ കണ്ടുള്ളൂ, ബാക്കി അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ BJPയുടെ വലിയ രൂപം വെളിയിലോക്കി വരികയാണ്. അതിങ്ങോട്ട് വന്ന ആളുകളത് മനസ്സിലാക്കിയെടുക്കും. കാരണം ഇവിടെയുള്ള പോഷന്മാരാണെന്നാണ് ഇവരുടെ ധാരണ. എല്ലാവരും പോഷന്മാരുടെ ഇവരുടെ പുറകെ നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയെടുക്കുന്നത് ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ആളുകൾ ഒന്നുമില്ല. അല്ലെങ്കിൽ ഈ പാവങ്ങൾക്ക് ഇതിൻ്റെ പുറകെ നടന്ന് ഈ ഇൻഗ്ലാബ് വിളിക്കുന്നവർക്ക് ഈ പണം കിട്ടുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതൊക്കെ അതിലെ ഏറ്റവും വലിയ ടോപ്പായിട്ടിരിക്കുന്നവരുടെ എല്ലാം പോക്കറ്റിലേക്ക് പോവാണ്. മാത്രമല്ല, ഈ പണം ഉപയോഗിക്കുന്നത് എന്തിനാണ്? ജനങ്ങളുടെ നന്മയ്ക്ക് ഈ പണം ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നതുപോലെ ഇന്ന ജനനന്മയ്ക്ക് വേണ്ടി ഇത്ര രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന പ്രോജക്റ്റ് നടത്താൻ വേണ്ടി ഞങ്ങൾ ഇത്ര രൂപ കൊടുത്തു എന്ന് ഇവരൊന്ന് പറയട്ടെ. ഇത് മിണ്ടുന്നില്ലല്ലോ. ഈ പണം വാങ്ങിയെന്നോ വാങ്ങിയില്ലെന്നോ ഉള്ളതിനെക്കുറിച്ച് ഒന്നും അവർ മിണ്ടുന്നില്ല. മൗനം വിദ്വാന ഭൂഷണം എന്നുള്ള മട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ പ്രശ്നമാവും എന്ന് കണ്ടു. കാരണം അത് ഒതുക്കാനാവുന്ന പണിയും നോക്കി ഇത് പുറത്തു വരാതിരിക്കാൻ SBI കൊണ്ട് അതെല്ലാം നോക്കിപ്പിച്ചു, നടന്നില്ല. പ്രമുഖരായ അഭിഭാഷകരെ കൊണ്ടുവന്നു, അതൊന്നും നടന്നില്ല. ഹരീഷ് സാൽവെയൊക്കെ ഈ കട്ട സോറി ഫിഗർ അവിടെ സുപ്രീം കോടതിയിൽ വളരെ മോശമായ ഒരു പെർഫോമൻസിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. വേറെ ആളുകളെ കൊണ്ട് സുപ്രീം കോടതിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കുന്നു. ഈ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സംഭവം, എന്നിട്ട് കോർപ്പറേറ്റ്സിനെ കൊണ്ട് അവസാനം ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് ഇത് പുറത്തുവിടരുത്, പുറത്തു വിട്ട് കഴിഞ്ഞാൽ വ്യവസായികൾക്ക് വലിയ ദോഷം ചെയ്യും. വ്യവസായികൾക്ക് എന്തോ ദോഷം ചെയ്യുന്ന പുറത്തു വിട്ടാൽ? ഒന്നുമില്ല. 2019 ഏപ്രിൽ 12 ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നതാണ് ഒരു കാര്യം. ഈ മുഴുവൻ വിവരങ്ങളും അതായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുഴുവൻ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തോണം. ഈ പാർട്ടികൾക്ക് കൊടുക്കുന്ന, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന പണത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാ വിവരങ്ങളും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് സീക്രസി ഒന്നും ഇല്ല എന്ന് ഈ സീക്രസിയിലെ ഇത് വാങ്ങുന്നത് തെറ്റാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും തർക്കിച്ചുകൊണ്ടുള്ള കേസാണ്. ആ കേസിലുള്ള ഇടക്കാല ഉത്തരവാണ്, അന്നത്തെ ഉത്തരവാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ 2012 മുതൽ 2019 മുതലുള്ള കാര്യം അതിൽ പറഞ്ഞിട്ടുള്ളൂ. 2019 ഏപ്രിൽ മുതലുള്ള എല്ലാ ഇതുപോലുള്ള ഈ സംഭാവന സ്വീകരിച്ചേക്കുന്നത്, സംഭാവനയല്ല ഈ പിടിച്ചു പറിച്ചേക്കുന്നത്, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സാധനം, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വെളിവാക്കണമെന്നുള്ളത് ഈ വ്യവസായികൾക്ക് അറിയാം. കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവിലുള്ളതാണ്. ഈ വാങ്ങുന്നവന്മാർക്കും അറിയാം ഇത് കൊടുത്തേ ഒക്കെയുള്ളൂ എന്നുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ അറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അറിയാം. അപ്പോൾ അവർ ഇത് ഒളിച്ചു വെക്കാൻ പിന്നെ പറ്റുന്നില്ല. കാരണം ഒളിച്ചു വെക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇലക്ട്രൽ ബോണ്ട് അത് കണ്ടതോടുകൂടി ഇവർക്ക് അതിൻ്റെ ബാധ്യത വരും. ബാധ്യത എന്താണ്? ഇതിനന്നേരം മുൻകാല പ്രാബല്യം ഉണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കും. ഉണ്ട്. കാരണം എന്താ? 2019 തന്നെ 2019 ഏപ്രിൽ 12 ഉത്തരവിനകത്ത് അന്ന് മുതൽ ഇത് ബാധകമാണ്. ഇത് ബാധകമായതുകൊണ്ട് എന്താണ്? അന്ന് അത് ഇല്ലീഗലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അന്നേ കേസ് കിടക്കല്ലേ, ഇല്ലീഗലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് മുതൽ ഇത് നടപ്പ് വരും. അത് വരുന്നുടനെ എന്താണ്? ഇൻകം ടാക്സ്, അതായത് ഇത്രയും ഏതാണ്ട് 20,000 കോടി രൂപയോളം മൊത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ വാങ്ങിച്ച് വിധിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് വാങ്ങാത്തത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ വാങ്ങിയിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. അതിൻ്റെ കാരണം മുസ്ലിം ലീഗും വാങ്ങിയിട്ടില്ല. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ നന്മ കൊണ്ടൊന്നും അല്ല, അവർക്ക് കൊടുത്തുകൊണ്ട് പ്രയോജനമില്ലാത്തത് കൊണ്ട് ആരും പണം കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ അവരും അങ്ങനെ വാങ്ങാനോ ഉള്ള ശീലം അവർക്ക് കാണത്തില്ല, അവർ വാങ്ങാൻ ശ്രമിച്ചും കാണത്തില്ല, മേ ബി. അപ്പോൾ അത് ഈ ബോണ്ടിലൂടെ അല്ലാതെ ഇവരൊക്കെ പണം കളക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞൂടാ. ആരും നല്ലവരൊന്നും അല്ല. എല്ലാവരും ഇതുപോലെ ആളുകളെ പണം അടിച്ചെടുക്കാനുള്ള ഉദ്ദേശത്തിൽ നടക്കുന്നവരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇടതുപക്ഷ പാർട്ടികളും മുസ്ലിം ലീഗും ഒഴികെ ബാക്കിയുള്ള പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് വാങ്ങിയേക്കുന്ന പണം 20,000 കോടി രൂപയാണ്. അതിൽ സിംഹഭാഗം 8,000 ശിഷ്ടം കോടി രൂപ വാങ്ങിയെടുത്തേക്കുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് യഥാർത്ഥത്തിൽ ഇത് നിയമവിരുദ്ധമായി മാറിക്കഴിയുമ്പോൾ ഒരു കാര്യം ഉണ്ടാവും. ഈ കൊടുത്ത കമ്പനികൾക്ക് ഇൻകം ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ തുകയ്ക്ക് അവർ ഇൻകം ടാക്സ് വീണ്ടും അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ വാങ്ങിയെടുത്തവൻ
ഈ ഗെയിൻ ചെയ്തവൻ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇത് വരുന്ന ഉടനെ അതാണ് ഈ പ്രശ്നം. പണമാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ഇവർക്ക് നാണക്കേടൊന്നും ഒരു കാര്യവുമല്ല. കാരണം അവർക്ക് വിളിച്ചു പറയാനേ ഒക്കുള്ളൂ, ഞങ്ങൾ അഴിമതിക്കാരെ എല്ലാം അകത്താക്കും, എന്നാൽ സ്വന്തമായിട്ട് ആദ്യം അങ്ങ് അകത്തോട്ട് പോകണം, എന്നിട്ട് പറയണം ബാക്കി അഴിമതിക്കാരെ ഞങ്ങൾ അകത്താക്കുമെന്ന്. അതല്ലല്ലോ പറയുന്നത്. അപ്പം ഈ രീതിയിൽ പൊക്കുക. അപ്പം ജനങ്ങൾക്ക് കിട്ടേണ്ട പണം മുഴുവൻ ഇവർ വാങ്ങിയെടുക്കുകയാണ്. ആ പണത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഇവർക്ക്. കാരണം ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയണം. ഇത് ചെയ്യുന്നത് എന്താണ്? രാഷ്ട്രീയ പാർട്ടിയെ പിളർത്താനും ഇവിടുന്ന് വേണ്ടാത്ത രാഷ്ട്രീയക്കാരെ, ഒരു രാഷ്ട്രീയം വേണ്ടാത്തവരെ അവർക്ക് പണം കൊടുത്ത് അവരെ അങ്ങോട്ട് കൊണ്ടുപോകാനും എന്ന് വെച്ചാൽ ഇവരെ നാണം കെടുത്തുക എന്നുള്ള, ഈ കൊണ്ടുപോകുന്നതിനെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല, ഒന്നുമില്ല. നമുക്കറിയാമല്ലോ, സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റത്തിനെയാണ് ഈ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. ഇവർ തന്നെ വലിയ ബാധ്യതയായിട്ടിരിക്കുന്ന ആളുകളെയൊക്കെ അങ്ങ് ചുവന്നുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഏതാണ്ട് വലിയ കാര്യം പറയും, അത് അവരുടെ അച്ഛൻ മറ്റേതായിരുന്നു, അല്ലെങ്കിൽ അമ്മ മറ്റേതായിരുന്നു, ഇന്ന വലിയ ആളായിരുന്നു എന്നൊക്കെ പറയും. ഇതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള ആണെന്നുള്ള രീതി അങ്ങ് പറയുക. എന്നിട്ട് എല്ലാവരും ആകൃഷ്ടരായിട്ട് BJP-യിലേക്ക് പോവുകയാണെന്ന് കാണിക്കാൻ ഇതിന് പണം, അതിന് വേണ്ട പണം, പിന്നെ MLA-മാരെ MP-മാരെയൊക്കെ വിലക്കെടുക്കാനുള്ള പണം, രാഷ്ട്രീയ പാർട്ടി തന്നെ ഒരു മുന്നണിയെ തന്നെ വിലക്കെടുക്കാനുള്ള പണം. ഇതൊക്കെ വേണമല്ലോ ഗോവയിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഈ രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണമെല്ലാം മുടക്കുന്നത്. ഇത് ജനങ്ങൾ, ഇത് ഓരോ തൽപര കക്ഷികളുടെ പോക്കറ്റിലേക്ക് പോകുന്നതല്ലാതെ ഈ ജനങ്ങൾക്ക് ഈ പണം കിട്ടും. ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണ്. കാരണം ഇതിൽ നിന്ന് ടാക്സ് വരുന്നതാണ്, വലിയ ഇൻകം ടാക്സ് വരുന്നതാണ്. 20,000 കോടി രൂപയുടെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000 കോടി രൂപ ഏറ്റവും കുറഞ്ഞത് വരും കേട്ടോ. ഇനി അതിൻ്റെ പെനാൽറ്റിയും കൂടെ വരും അടയ്ക്കാതിരുന്നതിൻ്റെ. അതാണ് പ്രശ്നം വരുന്നത്. വലിയ എമൗണ്ടാണ് ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, രാഷ്ട്രത്തിന് കിട്ടാൻ പോകുന്നത്. അത് അതേപോലെ ഈ വാങ്ങിയെടുത്തവർ, അവരും നിയമവിരുദ്ധമായി വാങ്ങിയെടുത്തേക്കാണല്ലോ. അപ്പോൾ അതിനും ടാക്സ് കൊടുക്കേണ്ട ഗതികേട് വരും. അപ്പോൾ ഇത് കൊടുക്കണം. അപ്പോൾ ഇത് വലിയ ബാധ്യത എല്ലാവർക്കും കൂടെ വരും. അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എല്ലാം ചാടി ഇറങ്ങി ഇത് വിവരങ്ങൾ വെളിയിലാക്കരുത്. വെളിയിലായാൽ വലിയ കുഴപ്പമാണ്, വലിയ കുഴപ്പം തന്നെയാണ് വെളിയിലായാൽ. അതാണ് പ്രശ്നം. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇനി നോക്കിയപ്പോൾ ഈ CAA റൂൾസ് കൊണ്ടുവന്നു. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല നോക്കിയപ്പോൾ. കാരണം അതിന് വലിയ അജിറ്റേഷൻ നടക്കും, അത് കോടതി കിടക്കുകയാണ്. അപ്പോൾ അതും ചോദ്യം ഉത്തരവൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങൾ വരാം, സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ചർച്ചയൊന്നും വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല. കാരണം അത് കോടതിയായിട്ട് ആ രീതിയിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നോക്കിയപ്പോൾ എന്തെങ്കിലും ഒരു ബോംബ് ഇടണമല്ലോ. അപ്പോൾ ആലോചിച്ചിരുന്നതാണ്. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വിമാനാപകടം നടക്കുമെന്നോ അല്ലെങ്കിൽ ട്രക്ക് മറിയുമെന്നോ ഒക്കെ, ഇങ്ങനെയൊക്കെ ഉള്ളതോ കത്തിക്കുമെന്നോ ഒക്കെ നോക്കിയിരുന്നു. ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇനി എന്താണ് എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ കേജ്രിവാളിനെ കയറിപ്പിടുത്തം കിട്ടിയത്. 2021-22 മദ്യനയത്തിലുള്ള വ്യത്യാസം. മദ്യനയത്തിൽ എന്താണിതെന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മദ്യനയത്തിൽ അവിടെ ഒരു പോളിസി വ്യത്യാസം കൊണ്ടുവന്നു. അത് അഴിമതി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഏത് ഗവൺമെൻറ് ആയാലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ വന്നേക്കും ഇങ്ങനെ വരുമ്പോൾ. കാരണം ഈ പൊതുവിപണിയിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് മുഖേനയല്ലാതെ മദ്യവിതരണം ഡൽഹിയിലുള്ളതെല്ലാം പ്രൈവറ്റൈസ് ചെയ്തു. അപ്പോൾ അത് പ്രൈവറ്റൈസ് ചെയ്യണമെങ്കിൽ ഇത് എന്തായാലും നഷ്ടമുള്ള ഒരു ബിസിനസ് അല്ല ഈ മദ്യ വിതരണം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ കൊണ്ടാണ് ഗവൺമെൻറ് പോലും നിത്യനിദാന ചെലവുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ ശമ്പളം വാങ്ങിക്കുന്നതും അതേപോലെ തന്നെ അവർ ആഹാരം കഴിക്കുന്നതും പിന്നെ യാത്ര നടത്തുന്നതും ഒക്കെ കൂടുതലും ഉള്ള പണം എന്ന് പറയുന്നത് ഈ വലിയ മഹാന്മാരായ കുടിയന്മാർ, അവരുടെ മുമ്പിൽ നമിക്കേണ്ടതാണ് ഇവർ. അവരാണ് ഈ കുടിയന്മാർ തന്നെ അവരുടെ കയ്യിൽ നിന്നുള്ള പണം കൊണ്ടാണ് ഈ കഴിയുന്നത്. അത് ബിവറേജസ് കോർപ്പറേഷൻ ഗവൺമെൻറ്റിൻ്റെ വഴിയേ ഉള്ളൂ. ഇവിടെ മറ്റിടത്ത് എന്താണ് കൊടുത്തേക്കുന്നത്? അവിടെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവിപണിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അത് മാറ്റിയിട്ട് അത് പരസ്യമായിട്ട് ബാക്കിയുള്ള പ്രൈവറ്റൈസ് ചെയ്ത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കായിട്ട് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് അഴിമതി നടത്താൻ വലിയ സാധ്യതയുള്ളതാണ്. കാരണം ഇത് വാങ്ങിയെടുക്കണം, ഈ പോളിസി മുഴുവനായിട്ട് മാറ്റുകയാണ്. ചിലപ്പോൾ അതിലുണ്ടായി കാണാം അഴിമതി, ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സമയം നോക്കി ഇത് കൊണ്ടുവന്ന് ED ഇങ്ങോട്ട് രംഗത്തിറക്കി അത് ഈ മണി ലോണ്ടറിങ് നടത്തി എന്നുള്ള രീതിയിൽ. മണി ലോണ്ടറിങ് ആണ് പറഞ്ഞേക്കുന്നത്, വേറൊന്നുമല്ല. അല്ലാതെ ഈ അതിൻ്റെ പോളിസി മാറ്റിയതെന്നല്ല. മണി ലോണ്ടറിങ് വളരെ ബുദ്ധിമുട്ടാണ് അത് പ്രൂവ് ചെയ്യാൻ. മണി ലോണ്ടറിങ് അതിൽ ബാക്കി പണം അടിച്ചാൽ അഴിമതി എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് ഈ അഴിമതി കേസുകൾ അന്വേഷിക്കുന്ന അല്ല EDയുടെ ജോലി. EDക്ക് അഴിമതിയൊന്നും അന്വേഷിക്കാൻ ഒക്കത്തില്ല. അഴിമതി ഉണ്ടെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് CBIക്ക് അന്വേഷിക്കാം ഈ കേസ്. അതല്ല ചെയ്തേക്കുന്നത്.
ഇത് ഇ ഡി ആണ്. ഇ ഡിക്ക് ലിമിറ്റഡ് സ്കോപ്പാണുള്ളത്, മണി ലോണ്ടറിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മണി ലോണ്ടറിങ് ആക്കി മാറ്റി അതിനകത്ത് കുരുക്കി ഒക്കെ എടുക്കണം. വലിയ ബന്ധപ്പാടുള്ള ഒരു കാര്യമാണ്. നോക്കുമ്പോൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല, തെളിവൊന്നും എളുപ്പമുള്ള കാര്യമല്ല മണി ലോണ്ടറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നെങ്കിൽ ഈ തെളിവ് കിട്ടുമായിരുന്നു. PC ആക്ടിൻ്റെ സെക്ഷൻ 13 പരിധിയിൽ വരുന്ന ഒഫൻസുകൾ ഇതിലുണ്ട് എന്ന് പറയാമായിരുന്നു. പക്ഷേ അതല്ല പറഞ്ഞേക്കുന്നത്. ഇ ഡിയുടെ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള നടപടിയായി വരുന്നത്. അങ്ങനെ വന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളെയാണ്, നേതാവിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്, ജനങ്ങളുടെ മാൻഡേറ്റുള്ള ആളാണ് അയാൾ. ഇവരൊക്കെ ഒരുപാട് നോക്കിയല്ലോ അയാളെ തകർക്കാൻ. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒന്നുമില്ലല്ലോ. ഇയാളുടെ പരിസരത്തെങ്കിലും ചെല്ലാൻ ഇവരെ കൊണ്ടൊക്കത്തില്ല. ആ രീതിയിൽ ജനങ്ങളുടെ സപ്പോർട്ടായിക്കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നോക്കിയപ്പോൾ ഇനി എന്താണ്, അയാളെ അറസ്റ്റ് ചെയ്യൂ. ഇനി അയാളെ അറസ്റ്റ് ചെയ്യൽ എന്തുവാ? അവസാനം അയാളുടെ പ്രഖ്യാപനം വന്നു. ഇതൊന്നും അല്ല ഇവരുടെ ആവശ്യം, ഇയാളുടെ മുഖ്യമന്ത്രി അല്ലാതാക്കണം. അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനം ഇയാളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി ഭരണം പിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അയാൾ അങ്ങ് രാജിവെക്കുമല്ലോ. രാജിവെച്ച് കഴിഞ്ഞാൽ നിയമസഭ അങ്ങ് പിരിച്ചുവിടും. പിന്നെ പ്രസിഡന്റ് ഭരണം നടത്തും. പിന്നെ ഉള്ള തോന്നിവാസങ്ങളെല്ലാം ഇലക്ഷൻ വരെ കാണിക്കാം, സുഖമാണ്. കാരണം പ്രസിഡന്റ് എന്ന് പറയുന്ന ആളൊക്കെ വളരെ നിഷ്പക്ഷപാതിയായിരിക്കുമല്ലോ. ആ രീതിയിൽ വളരെ എളുപ്പമാണ്, അധികാരം പിടിച്ചെടുക്കാം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി തുടങ്ങിയതാണ്. പക്ഷേ അയാൾ പറഞ്ഞ് ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്നു പറഞ്ഞു. ശരിയാണ്, അയാൾക്ക് ഭരിക്കുന്നതിന് ഒരു വെത്തപ്പാടുമില്ല. അതിനകത്തൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു വകുപ്പ് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ ആ വകുപ്പിലെ ഫയലുകളെല്ലാം ഒപ്പിടുക, അതൊക്കെ പരിശോധിക്കുക, അതിലെ പ്രശ്നങ്ങളൊക്കെ നോക്കുക എന്നുള്ള ബാധ്യത അയാൾക്കുണ്ട്. പക്ഷേ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ യുവമാരെ കഴിയൊക്കെ ബുദ്ധിയുള്ളവരായതുകൊണ്ട്, മിടുക്കനായതുകൊണ്ട്, അയാൾ IIT പാസ്സായിട്ടുള്ള ആളായതുകൊണ്ട്, അയാൾക്ക് ബോധം കൂടുതലുള്ളതുകൊണ്ട് അയാൾ ചെയ്ത് എന്താണെന്നറിയോ? ഒരു വകുപ്പിൻ്റെയും ചുമതലയാക്കില്ല. അയാൾ വെറും മുഖ്യമന്ത്രി മാത്രമാണ്. മറ്റ് മന്ത്രിമാരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ മന്ത്രിമാരെ കൺട്രോൾ ചെയ്താൽ മാത്രം മതി, നിയന്ത്രിച്ചാൽ മാത്രം മതി, അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളത് കൊണ്ട്, ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ ഇരുന്നുകൊണ്ട് സുഖമായിട്ട് ഭരിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കാൻ പാടില്ല എന്ന് പറയാനൊക്കത്തില്ല. കാരണം ഇപ്പോൾ ഒരാളെ ഒരു ക്രിമിനൽ ഒഫൻസിന് കൺവിക്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണെങ്കിൽ ആ കൺവിക്ഷൻ സ്റ്റേ ചെയ്താൽ അയാൾക്ക് ഭരിക്കാം, വീണ്ടും ഭരിക്കാം, മന്ത്രിയാവാം, എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതായത് സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടായില്ല, കൺവിക്ഷനും സസ്പെൻഡ് ചെയ്യണം. ആ രീതി വരണം. കൺവിക്ഷൻ ആൻഡ് സെൻറ്റൻസ് രണ്ടും സസ്പെൻഡ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ അതിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഇവിടെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ ഒരു കേസിൻ്റെ. അത് ഇയാൾ അതിൽ ഉണ്ടോ, പ്രതിയാണോ ഇല്ലയെന്നോ പോലും പുറത്തറിയാൻ വയ്യ. അങ്ങനെ ഇരിക്കുന്ന ആൾ ഭരിക്കരുത്. ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ്? ലെഫ്റ്റനന്റ് ഗവർണറിൻ്റെ അടുത്ത് പോയേക്കാണ്. അപ്പം വെളിയിൽ പൂച്ച വെളി ചാടി സഞ്ചിന്ന്. കാരണം എന്താ അതിനകത്ത് പറഞ്ഞേക്കുന്നത്? അതേ, അയാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പാടില്ല, പിരിച്ചുവിടണമെന്ന്. എന്തോ പവറാണ് പിരിച്ചുവിടാൻ? ഇവിടെ നീതിന്യായ കോടതികളുണ്ട്. 356 വകുപ്പ് ഈ നടപ്പാക്കി കഴിഞ്ഞാൽ, കാരണം ഒരു മന്ത്രിസഭയെ, ഒരു നിയമാനുസരണം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നിയമസഭയെ അതിനെ പിരിച്ചുവിടാനുള്ള പരിപാടിയാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് അവിടെ ഇല്ല ഒന്നും. അപ്പോൾ അത് പിടിച്ചെടുക്കാനും കൂടെ വേണ്ടിയുള്ള ഒരു ഇടപാടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഇയാളെ കൺവീനിയൻ്റ് ആയിട്ട് അകത്തിട്ട് കഴിഞ്ഞാൽ അത് നേരെ മറിച്ച് അയാളെ പിരിച്ചുവിടാനുള്ള ഒരുക്കമാണ്. പക്ഷെ അങ്ങനെ പിരിച്ചുവിടാനുള്ള കാരണങ്ങളില്ല. അവിടുത്തെ ഭരണത്തിന് എന്തെങ്കിലും വൈകല്യം വേണം. അവിടെ എന്താ ഭരണ വൈകല്യമുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്, അതായത് യൂണിയൻ ഗവൺമെൻറ് അവിടെ കൈകടത്തി ഓരോന്ന് ചെയ്യുക. അവിടുത്തെ പോലീസ് ഫോഴ്സിൻ്റെ ഇത് കൊടുത്തിട്ടില്ല, ലോ ആൻഡ് ഓർഡർ ഇവർക്കില്ല കേട്ടോ. അതെല്ലാം യൂണിയൻ ഗവൺമെൻറ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല അവിടെ പ്രശ്നം. പണ്ട് മദ്യനയത്തിൻ്റെ പോളിസി മാറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മാറ്റാം. അതിനകത്ത് അഴിമതി ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പോലും ഒക്കത്തില്ല. ഉണ്ടാകാം എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവ് വേണം എന്തെങ്കിലും. ഇവരുടെ കയ്യിൽ ഏതാണ്ടങ്ങ് ഇരിക്കുകയാണെന്നല്ലേ പറയുന്നത്. അങ്ങനെ അതൊക്കെ നേരത്തെ പിടിച്ചിടാമല്ലോ. ഇതിൽ വലിയ ആരോപണങ്ങളല്ലേ ഇവിടെ നമ്മുടെ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരെ ഉണ്ടായത്? അവിടെ ED അന്വേഷണമൊക്കെ വന്നല്ലോ. SFIയുടെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. അത് അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി എന്ന് അദ്ദേഹത്തിനെ പിടിച്ചകത്തിടാൻ പോവും. ഇത് ഓരോ സ്റ്റേറ്റ് ഇവരുടെ കയ്യിലല്ലാത്തതെല്ലാം ആളുകളെ പിടിച്ചകത്തിടുന്നതല്ലേ. പക്ഷേ അതിൻ്റെ സാധ്യത ഇവിടെ കുറവാണ്. കാരണം അതിനുള്ള ബുദ്ധിയൊക്കെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അന്വേഷണം നടക്കത്തേ ഉള്ളൂ. ഇങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. ഏതായാലും അങ്ങനെ ആയിക്കോട്ടെ. ഏതായാലും അദ്ദേഹത്തിനെങ്കിലും പിടിച്ചകത്തിടാതിരിക്കട്ടെ എന്ന് ഞാൻ ഒരു എനിക്ക് അങ്ങനെയുള്ള ഒരാഗ്രഹമാണ് ഉള്ളത് ഇതിനകത്ത്.
അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ സംഭവിച്ചേക്കുന്നതെന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ടുള്ള വ്യക്തിഹത്യയും അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ആയുധം ആയിട്ട് പ്രയോഗിക്കാൻ ED ഉപയോഗിക്കുക. EDയിലെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെയൊക്കെ ആ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവരുടെ കയ്യിലെ കളിപ്പാവകളാണ് അവർ. ആരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കണോ അവർ ഗുണ്ടാ പിരിവ് നടത്തുകയല്ലേ. അതല്ലേ ഇലക്ട്രൽ ബോണ്ട് വഴി നടത്തിയേക്കുന്നത്. ED ഉപയോഗിച്ച് ചെയ്തേക്കുന്നതാണ് ഇത് കൂടുതലും. അത് വെളി വരും, ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഇനി അഴിമതിയെക്കുറിച്ച് അങ്ങോട്ട് പ്രസംഗിക്കാൻ വലിയ പാടാണ്. എന്തു അഴിമതി? അതാണ് പ്രശ്നം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം.